വായോ നടക്ക് വേഗം പള്ളിച്ചു പോവാ വായോ വായോ ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, നമസ്കാരം. എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗ് വീഡിയോ ആണ്. ഇന്ന് വ്ളോഗ് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഇന്ന് എന്റെ രണ്ടാമത്തെ മോളുടെ 3ാമത്തെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അപ്പോ അവൾക്ക് 3 വയസ്സായി. 2016 ഫെബ്രുവരി 16 അവള് ജനിച്ചേക്കുന്നത്. എന്റെ ലൈഫിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും 6 എന്ന് പറഞ്ഞ നമ്പറിലാണ് നടക്കാറ്. അതുകൊണ്ട് എനിക്ക് 6 എന്റെ ഫേവറേറ്റ് നമ്പറാണ്. ഞാൻ ജനിച്ചത് മെയ് 16 എന്റെ കല്യാണം സെപ്റ്റംബർ 16 അതുപോലെ എനിക്ക് ആദ്യത്തെ കൊച്ചുണ്ടായത് നവംബർ 6 അതുപോലെ രണ്ടാമത്തെ കൊച്ചുണ്ടായത് ഫെബ്രുവരി 16 ഈ മൂത്താളുടെ ഡേറ്റ് മാത്രമാണ് 6 ആയിട്ടുള്ളൂ. ബാക്കി എല്ലാം 16 തന്നെയാണ്. അതുപോലെ തന്നെ എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്ലാസ് എന്ന് പറയുന്നത് എന്റെ 6th സ്റ്റാൻഡേർഡ്. അങ്ങനെ 6 എന്ന് പറഞ്ഞ നമ്പറിന് എന്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. പിള്ളേരുണ്ടായതും കല്യാണം ചെയ്തൊക്കെ എന്തോ ആ ഒരു നമ്പറിലേക്ക് തന്നെയാണ് വന്നത് നിന്നേക്കണേ. 16 മൂത്ത ആള് മാത്രം 6, പിന്നെ വീണ്ടും രണ്ടാമത്തെ ആള് 16th. അപ്പൊ അങ്ങനെ അപ്പൊ ഇന്ന് രണ്ടാമത്തെ ആളിന്റെ 3ാമത്തെ ബർത്ത്ഡേ ആണ്. വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ല കേട്ടോ. വീട്ടിൽ തന്നെയുള്ള ചെറിയൊരു പരിപാടിയുള്ളൂ, വളരെ ചെറിയൊരു പരിപാടി. അപ്പം ഇന്ന് ഞാനൊന്ന് വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ചു കാലമായി ഞാൻ വ്ളോഗ് ചെയ്തിട്ട്. ഒരിടയ്ക്ക് വ്ളോഗ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ചാനലില്. പിന്നെ കുറച്ച് വേറെ വീഡിയോസ് ഒക്കെ ആയി. പിന്നെ ഇപ്പൊ ഇന്ന് എനിക്ക് എന്താ വ്ളോഗ് ചെയ്യാനുള്ളൊരു മൂഡാണ്. വേറെ വീഡിയോസ് എടുക്കാനുള്ള മൂഡേ ഇല്ല. അപ്പൊ ഓക്കെ, ഞാൻ ഇന്ന് വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെന്താന്ന് വെച്ചാല് ഞങ്ങള് രാവിലെ എനിക്ക് പള്ളിയിൽ പോയി. ഞാനും മോളും മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ പള്ളി പോകുമ്പോഴുള്ള വീഡിയോ ആണ് നിങ്ങൾ മിക്കവാറും നേരത്തെ കണ്ടിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് വന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി മുട്ടക്കറി ആയിരുന്നു. അത് കഴിഞ്ഞ് ചോറുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കലാപരിപാടികളിലേക്ക് നടക്കണം. വീടൊക്കെ ക്ലീൻ ചെയ്യണം. പിന്നെ ഞങ്ങളുടെ പെറ്റ്സിനൊന്നും ഞങ്ങൾ ഫുഡൊന്നും കൊടുത്തിട്ടില്ല ഇതുവരെയായിട്ടും. ഞങ്ങളുടെ കുഞ്ഞു മീനിക്കും പക്ഷികൾക്കും ചെടിക്ക് വെള്ളം ഒഴിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. വീട് ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കലാപരിപാടികളിലേക്ക് നടക്കണം. പിന്നെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു ഇമ്പോർട്ടൻസും കൂടി ഉണ്ട്. എന്താന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് ഫെബ്രുവരി 16 പറഞ്ഞല്ലോ. ഒരു 6 മാസങ്ങൾക്ക് മുന്നേ ഒരു ആഗസ്റ്റ് 16 ഞങ്ങളിവിടെ പ്രളയം കാരണം പെട്ടുപോയിണ്ടായിരുന്നത്. അന്നത്തെ അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ ഒരു ദിവസം കാണാൻ പറ്റുന്ന അന്ന് ചിന്തിച്ചിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിജയകരമായി 6 മാസം പൂർത്തിയായി ആ പ്രളയം കഴിഞ്ഞിട്ട്. ഫ്ലഡ് നമ്മുടെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 6 മാസമായി. ലൈക്ക് ഫ്ലഡ് തുടങ്ങിയത് 16 ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് 15 രാത്രി തൊട്ടിട്ടാണ് വെള്ളം കയറിയത്. 16 ലിറ്ററിൽ ഞങ്ങൾ വല്ലാണ്ട് പേടിച്ച ദിവസം. 17, 18 ആയപ്പോൾ കുറച്ചും കൂടെ ധൈര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ വെള്ളം കയറുന്ന കാണുമ്പോൾ കൂടുതൽ പേടിച്ച ദിവസം 16 ആയിരുന്നു. അപ്പൊ ഇന്നാണ് ഫ്ലഡ് കഴിഞ്ഞിട്ടുള്ള 6th മന്ത് കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ബാക്ക് ടു നോർമൽ ആണ്. കുറെ വണ്ടികളും സ്കൂട്ടറുകളും ഇപ്പോഴും പണി കഴിയാത്തതുണ്ടെന്നേ ഉള്ളൂ. ബാക്കി നോർമൽ എല്ലാവരുടെ ലൈഫും വീടും ഒക്കെ പഴയ പോലെയായി. പക്ഷേ ഉള്ളൊരു കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പൊ രണ്ടുപേരും നമ്മള് ഇപ്പൊ കുറച്ചു കാലം കഴിഞ്ഞിട്ട് കാണുകയാണെങ്കിൽ ഇപ്പോഴും ആൾക്കാർക്ക് സംസാരിക്കാൻ ആ ഫ്ലഡിനെ പറ്റിയിട്ടുണ്ടാവും. 6 മാസം കഴിഞ്ഞ് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. എവിടെ ഇപ്പൊ നമ്മൾ പുതുതായിട്ടുള്ള ആരെ പരിചയപ്പെടുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ പണ്ട് കുറച്ച് മുന്നേ കണ്ട ആളിപ്പോ നമ്മള് അയ്യോ കണ്ടല്ലോ എന്ന് പറഞ്ഞ നമ്മളിങ്ങനെ ഹായ് പറയുമ്പോഴും ഇപ്പോഴും എല്ലാവർക്കും പറയാനുള്ളൊരു കോമൺ ടോപ്പിക് സ്റ്റിൽ ഫ്ലഡ് തന്നെയാണ്. അതാണ് വന്നിട്ടുള്ളൊരു ചേഞ്ച്. ബാക്കിയെല്ലാം ബാക്ക് നോർമലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മള് വഞ്ചി കൂടെ രക്ഷപ്പെട്ട വഴികളിൽ നമ്മളെ വീടിന്റെ മുന്നത്തിൽ കൂടെയുള്ള വഴി കൂടിയൊക്കെയാണല്ലോ വഞ്ചിയിൽ രക്ഷപ്പെട്ടത്. ആ വഴികൾ കാണുമ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഞാനല്ല, ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ തന്നെ ഓർക്കാറ്. ഈശ്വര, ഈ വഴിയിലായിരുന്നല്ലോ മുന്നേ വെള്ളം ഉണ്ടായിരുന്നത്. ഇതിന്റെ മുകളിൽ കൂടെ ഉള്ള വെള്ളം വന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ വഞ്ചിയിലാണല്ലോ നമ്മൾ ട്രാവൽ ചെയ്തതെന്നുള്ളൊക്കെ ഒരു ഓർമ്മ എല്ലാവർക്കും ഇപ്പോഴും ഉണ്ട്. അപ്പോ അങ്ങനെ ഫ്ലഡ് കഴിഞ്ഞിട്ട് 6th മന്തായി. ഒരു വലിയൊരു സംഭവമാണ് കേട്ടത്. അതുപോലെ തന്നെ ജീവിതത്തിന്റെ കാഴ്ചപ്പാട് തന്നെ കുറെ മാറിപ്പോയി ആ ഫ്ലഡ് കഴിഞ്ഞിട്ട്. ലൈക്ക് ഇപ്പൊ അന്നൊക്കെ പറഞ്ഞ ഒരു മരണഭയം എന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവം ലൈഫ് ഒന്ന് പോയി. മുന്നിലൊരു മരണഭയം വരുമ്പോഴൊരു എഫക്റ്റ് ആയിരുന്നല്ലോ ആ ഫ്ലഡ് വന്നപ്പോ. ജീവിക്കോ മരിക്കോ എന്ന് ഉറപ്പില്ലാത്തൊരവസ്ഥ. അതൊക്കെ ഒന്ന് മാറി. ഓക്കെ, നമുക്ക് എന്ത് വന്നാലും പിടിച്ചു നിൽക്കാം എന്നുള്ളൊരു ധൈര്യമൊക്കെ വന്നു. പിന്നെന്ന് പറഞ്ഞാൽ
ആ പ്രളയം കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞിട്ടാണ് എല്ലാവരും ബാക്ക് ടു നോർമൽ ആയത്. കാരണം റോഡൊക്കെ ചളി പിടിച്ച് കിടക്കുകയായിരുന്നു. നമ്മൾ വെറുതെ നടന്നു പോവാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഫുൾ ചളിയായിരുന്നു. പെരിയാറിന് തൊട്ടടുത്താണല്ലോ ഈ സ്ഥലം. അപ്പോ ഫുൾ ചളി ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കാല് വെച്ചാൽ അപ്പൊ തന്നെ വഴുക്കി വീഴുന്ന അവസ്ഥയിലാണ്. അങ്ങനെ കുറെ പേർക്ക് അങ്ങനെ വഴുക്കി വീണ് കയ്യും കാലൊടിയിട്ടൊക്കെ ഉണ്ട്. ഇവൻ ഞാൻ തന്നെ വഴുക്കി വീണു. പക്ഷെ ഒരു മതിലിന്റെ സഹായത്തോടെ ഞാൻ അങ്ങനെ പിടിച്ചു നിന്നിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ ഇൻസിഡൻസ് അങ്ങനെ എല്ലാവരും ബാക്ക് ടു നോർമൽ ലൈഫ് ആയി എന്ന് പറയാം. അപ്പൊ ഓക്കെ, നമുക്കിത് നമ്മുടെ ബാക്കിയുള്ള പരിപാടികളിലേക്കൊക്കെ കൊടുക്കാം, നടക്കാം. ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പള്ളിയിൽ പോയി വന്ന് പിള്ളേരാകെ ഒരാളെ മാത്രമേ ഞാൻ ബർത്ത്ഡേ കുട്ടീനെ മാത്രമേ ഞാൻ പള്ളി കൊണ്ടുപോയിട്ടുള്ളൂ. മറ്റാള് ഇവിടെ കിടന്ന് ഉറങ്ങായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ ആള് ഭയങ്കര ഭക്ഷണം കിട്ടാത്തതിന്റെ ദേഷ്യത്തിലും പ്രാന്തിലൊക്കെ ആയിരുന്നു. അപ്പൊ പിന്നെ എന്താ പറയാ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനുള്ള എന്റെ പ്ലാനിങ് ഒക്കെ പൊളിഞ്ഞു. അപ്പൊ എന്നാലും കൈൻഡ് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് പോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, പായസം വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എന്താ ഉച്ചയ്ക്ക് ചോറ് വെച്ചു, കറികൾ ഉണ്ടാക്കണം, ഒരു നോൺ വെജും ഒരു ഉപ്പേരിയും അതന്നെ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ പായസം വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. വാങ്ങിക്കാൻ പോകുമ്പോൾ ആള് പോയിട്ടുണ്ട് പുറത്തേക്ക്, വാങ്ങിച്ചിട്ട് വരട്ടെ. പിന്നെന്താ, പിന്നെ ഇവിടെ നോക്കണ ഒരു ചേച്ചിയുണ്ട്. ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഇവിടെ നോക്കണ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി വരും. അപ്പൊ ആ ചേച്ചിന്റെ കൂടെയും കൂട്ടിയിട്ടാണ് കേക്ക് കെട്ടിയ. കാരണം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നോർമലി ആ ചേച്ചി വരലില്ല. പക്ഷെ ഇന്ന് ഞാൻ പ്രത്യേകം വരാൻ പറഞ്ഞിട്ടുണ്ട് ബർത്ത്ഡേ ആയതുകൊണ്ട്. പിന്നെ താഴത്തെ ഹൗസ് ഓണറിനെയും അപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ വിളിച്ചിട്ടൊന്ന് കേക്ക് കട്ടി. അത്രയുള്ള പരിപാടി. കുറച്ച് ബലൂൺ വാങ്ങിച്ച് കുറിപ്പിച്ച് പുറത്തൊട്ടിക്ക് വെക്കണം. അല്ലെങ്കിൽ അവള് പറയും ചേച്ചിയുടെ ബർത്ത്ഡേക്ക് അമ്മ ബലൂൺ ഒട്ടിച്ചു, എന്റെ ബർത്ത്ഡേക്ക് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പറയും. അപ്പൊ അതോ പറിച്ചത് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബലൂൺ കൂടെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹസ്ബൻഡ് പുറത്തു പോയിരിക്കുകയാണ്. അപ്പൊ ബലൂൺ കൂടെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേച്ചിയുടെ ബർത്ത്ഡേ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു അതുപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഉദ്ദേശമുള്ളൂ. അപ്പൊ കൈൻഡ് ഓഫ് സിമിലർ വ്ളോഗ്സ് ആയിരിക്കും അതും ഇതും. പക്ഷെ നമ്മുടെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ആണല്ലോ ഇപ്പൊ യൂട്യൂബ് എനിക്ക്. അപ്പോൾ എന്റെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു വാച്ചിങ്. ഇങ്ങനത്തെ വീഡിയോസ് എന്റെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട കേട്ടോ. ഇഷ്ടമാണെങ്കിൽ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി ബാക്കി പരിപാടികളിലേക്ക് നോക്കാം. ഓക്കെ, ആക്ച്വലി ഞാൻ ശനിയാഴ്ചകളിലാണ് മീനിന്റെ വെള്ളം മാറ്റി വെക്കാറ്. ഇപ്പൊ മീന് വെള്ളം മാറ്റിയിട്ട് ഇട്ടിരിക്കുകയാണ്. സാറ്റർഡേ ആണല്ലോ, അപ്പൊ അതിനുള്ള സമയമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചെയ്തതാണ്. പിന്നെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഞങ്ങളുടെ ലവ് ബേർഡ്സിന്റെ വെള്ളം ഫുഡൊക്കെ മാറ്റി കൊടുക്കണം. പിന്നെ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. കൂടെ വൃത്തിയാക്കൽ 2-3 ദിവസം കൂടുമ്പോഴേ ചെയ്യാറുള്ളൂ. ഫുഡും വെള്ളവും എന്നും മാറ്റി കൊടുക്കേണ്ടതാണ്. വെള്ളം എന്നും പ്രത്യേകിച്ച് മാറ്റേണ്ടതാണ്. ഇപ്പൊ 3 ലവ് ബേർഡ്സ് ഉണ്ട്. ഒരെണ്ണം റീസെന്റ് ചേർത്തു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്റെ ചെടിക്ക് വെള്ളം വയ്ക്കാൻ ആകെ 2 ചെടിയുള്ളൂ കേട്ടോ. പക്ഷെ കൂടുതൽ ചട്ടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഗാർഡനിലുള്ളത്. സോൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീനിങ്, ചെറിയ ചെറിയ ക്ലീനിങ്. അതുപോലെ തന്നെ ശനിയാഴ്ചകളിലാണ് മൊത്തം അലക്കും പരിപാടികളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഫുൾ എന്താ പറയുക, ഒരു ലോഡ് ഉണ്ടാവും അലക്കാൻ വേണ്ടിയിട്ട്. അപ്പം അലക്കി വാഷിംഗ് മെഷീനിലാണ് നോർമൽ അലക്കാറ്. അപ്പം അതും കൂടി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വീക്കായി. എപ്പോഴും കരച്ചിലാണ് മുടി കെട്ടുമ്പോൾ. വേദനിക്കണോ. അമ്മ മുടി കെട്ടുമ്പോൾ മാത്രമേ വേദനയുള്ളൂ. അമ്മാമ്മയും അവളെ നോക്കാൻ വരുന്ന ചേച്ചിയൊന്നും മുടി കെട്ടുമ്പോഴൊന്നും വേദനയില്ല. അമ്മ മുടി കെട്ടുന്നത് ഇഷ്ടമല്ല, അതാണ് സ്ഥിരം കംപ്ലൈൻറ്റ്. എൻ്റെ അടുത്ത് മാത്രമാണ് അവൾക്ക് മുടി കെട്ടാതിരിക്കാൻ നിർത്തിയില്ലാത്തത്. ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ അവൾ അഡ്ജസ്റ്റ് ചെയ്ത് മുടി കെട്ടണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിപ്പിക്കുകയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ, മൂത്താളുടെ മുടി കെട്ടിക്കൊടുക്കുക എന്നുള്ളത്. ഇന്നൊരു ബ്യൂട്ടിഫുൾ കൊമ്പ കാണാൻ ഭംഗിയുണ്ട്. പിന്നെ വീക്കെൻഡിലെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ്സ് ഒക്കെ മാറ്റിയിടലാണ്. പുതിയ ബെഡ്ഷീറ്റൊക്കെ ഇടാൻ വീക്കെൻഡിലാണ്. ആ ഒരാഴ്ച ഒരു ബെഡ്ഷീറ്റ് തന്നെ ഓടും. 1-2 ആഴ്ച ചിലപ്പോൾ ഒലിഞ്ഞ് വരും. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ എല്ലാ ബെഡ്റൂമിലും ബെഡ്ഷീറ്റും പില്ലോ കവറും എല്ലാതും മാറ്റിയിടൽ ഈ വീക്കെൻഡിലെ പരിപാടിയാണ്. അപ്പൊ ഇതാണ് ബർത്ത്ഡേ ഡ്രസ്സ്. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് എൻ്റെ ഡഷാണ്. പക്ഷെ ഇതിന് കുറച്ച് ലൂസ് ഉണ്ട്. അവളുടെ എക്സാക്ട് സൈസ് അല്ല.
അപ്പൊ ഞാനിതൊന്ന് ആദ്യം കൈകൊണ്ട് വെറുതെ ഒന്ന് തുന്നിയിട്ട് പിന്നെ മെഷീൻ വെച്ച് ശരിക്കും സ്റ്റിച്ച് ചെയ്യാന്ന് വിചാരിക്കുന്നത്. കൈകൊണ്ട് എനിക്ക് മെഷീൻ തന്നെ ആദ്യം കൈവയ്ക്കാൻ ധൈര്യമില്ല, കാരണം ഞാൻ അത്ര എക്സ്പേർട്ട് സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളൊന്നല്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് നൂല് സൂചി വെച്ചിട്ട് തുന്നിയതിന് ശേഷം അത് ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് ആയോ, ഞാൻ വിചാരിച്ച പോലെ ആയോ എന്ന് നോക്കിയതിന് ശേഷം ഫൈനൽ സ്റ്റിച്ചിങ് മെഷീൻ വെച്ച് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഓക്കെ, അവൾക്ക് ആ ഡ്രസ്സിന്റെ 2 സൈഡും ലൂസാണ്. അപ്പോൾ 2 സൈഡിൽ നിന്നും ജസ്റ്റ് ഞാനൊന്നിങ്ങനെ കൈ വെച്ചിട്ടൊരു റണ്ണിങ് സ്റ്റിച്ച് തുന്നിക്കൊടുത്തു. അതിനുശേഷം അതുപോലെ ഷോൾഡർ വല്ലാണ്ട് ഇങ്ങനെ ഊർന്നു വീഴായിരുന്നു. അപ്പോൾ ബാക്കിലും കുറച്ചൊന്ന് തുന്നിക്കൊടുത്തു, അതൊന്ന് ശരിക്കും നിൽക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എവിടെയാണോ തയ്ച്ചത്, ഇതിവിടെയാണ് തയ്ച്ചിട്ടുണ്ടായിരുന്നത്, ആ തയ്ച്ച അതേ ലൈനിൽ കൂടി തന്നെ ഈ കാണിക്കുന്നത് തയ്ച്ച ലൈനിൽ കൂടി തന്നെ മെഷീൻ വെച്ച് ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ആക്ച്വലി ഞാൻ ബർത്ത്ഡേ ഡ്രസ്സ് പണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്യലായിരുന്നു പതിവ്, പക്ഷേ ഇപ്രാവശ്യം അതിനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇങ്ങനെയാക്കി. നെക്സ്റ്റ് ഞങ്ങളുടെ ബലൂൺ ഉറപ്പിക്കുന്ന ചടങ്ങാണ്. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ബലൂൺ ഉറപ്പിക്കാനുള്ള പമ്പൊന്നുമല്ല. ഇത് ആക്ച്വലി ഡെക്കാത്തലിന്ന് ഹസ്ബൻഡിൻ്റെ ഒരു സൈക്കിളുണ്ട്, ആ സൈക്കിളിൻ്റെ ഇരടിക്കുന്ന പമ്പാണ്. പക്ഷെ അത് വെച്ച് ബലൂൺ ഉറപ്പിക്കാൻ ഈസിയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നോർമലി ചെയ്യാറ്. അതിൻ്റെ പമ്പിൻ്റെ അറ്റത്തേക്ക് ബലൂൺ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിത് ഒട്ടിക്കാം. അതിന് സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ സെല്ലോ ടേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഒരു ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ. അത് കഴിഞ്ഞിട്ട് സെല്ലോ ടേപ്പിൻ്റെ ഒട്ടുന്ന ഭാഗം ബലൂൺ ഒട്ടിക്കുക, പിന്നെ അതൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിലേക്ക് ഒട്ടിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൊസിഷനിലായി കിട്ടും. അത് അങ്ങനത്തെ ഒരു പൊസിഷനിലായി കഴിഞ്ഞാൽ ജസ്റ്റ് അത് ചമരമിക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് അടങ്ങനെ നിന്നോളും, ഭയങ്കര ഇളകിപ്പോരുന്നില്ല. ഒന്നും കൊണ്ട് ഞാൻ കാണിച്ചു തരാം. അതിങ്ങനെ വെച്ചിട്ട് മടക്കി വെച്ചാൽ അപ്പം ഇങ്ങനെ ഒരു ഓട്ട ഉണ്ടാവും. പക്ഷെ അതിങ്ങനെ ചുമരുമ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഈസി ആയിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും, നല്ല ഭംഗിയിൽ ഡ്രസ്സല്ലേ കാണാൻ. അപ്പം ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫൈനൽ. അത്യാവശ്യം ഭംഗിയില്ലേ കാണാൻ. ഒരു വീട്ടിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ധാരാളമാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്. Happy birthday to you. 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 Happy birthday to